ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം വേണ്ട, ഞാൻ തലേദിവസം വൈകിട്ട് ഒരു 1.25 കപ്പോളം അരി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അരി മൂടി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പുളിക്കാനായിട്ട് ഒന്ന് ഫെർമെൻ്റ് ആയി വരാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം രാവിലെയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് രാവിലെ വെക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് ഇട്ട് അതും ഒന്ന് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ പതിവ് ജോലികളിലേക്ക് കിടക്കാം. ചോറ് തിളപ്പിച്ച് വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കട്ടൻ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കട്ടൻ എടുത്ത് മധുരവും പൊടിയൊക്കെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വേണ്ടേ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ കട്ടൻ കാപ്പി എടുത്ത് വെക്കുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് കട്ടനൊക്കെ കുടിക്കുന്ന ഒരു രസമാണല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നെന്ന് പറഞ്ഞാൽ അത് തിളപ്പിച്ച് ചുറ്റിയാൽ മതി. അത് ഞാനൊന്ന് വാർത്തിടുവാണ്. കഞ്ഞി വാർത്തിട്ടതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആ കുക്കറൊക്കെ ഒന്ന് എടുത്ത് കഴുകി എടുത്തുകൊണ്ട് വരുവാണേ. അത് എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനിടയ്ക്ക് ചേട്ടൻ എഴുന്നേറ്റ് വന്ന് ചേട്ടൻ കാപ്പി കൊണ്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ആവശ്യമുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലാണ് ഞാൻ സാധാരണ തക്കാളി വെക്കാറില്ല. പെട്ടെന്ന് തക്കാളി ചീത്തയായി പോവേ. അപ്പോൾ അതിനകത്ത് 2 തക്കാളി ചതഞ്ഞതായിരുന്നു തോന്നുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, അത് ചീത്തയായിപ്പോയി. പിന്നെ നമ്മൾ ഗ്രീൻ പീസിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പകുതി സവോളയും ഒരു 3 പച്ചമുളകും അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് 3 വിസിലടിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർക്കാം. കടുക് വറുത്തെടുത്തിട്ട് ഒരു 1.25 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കടുവും എല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് പൊടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേവിച്ച് വെച്ച വൻപയറാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചേനയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ചോറിന് ചേനയിരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുള്ള ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ നമ്മൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ല കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ചാനലിലിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ട്, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചേനയും പയറുമൊക്കെ വെന്തിരിക്കുവാണ്. അത് തുറന്നിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് വറുത്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പിലയും കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ച് ഉണക്കമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങയൊന്നും വറുത്ത് ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. എക്സ്ട്രായെ തേങ്ങ വറുത്തിട്ടാലും നല്ലതാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് അതിനൊന്നും താമസം ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഈ
പാനിലോട്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ രാവിലെ ഇത്രയും സമയം കൊണ്ട് ഇത്രയും പരിപാടിയൊക്കെ റെഡിയാക്കി എടുത്ത്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ട് അതൊക്കെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കോവയ്ക്ക ഒരു 5-6 കിടപ്പുണ്ട്. അതൊരു മെഴുക്കുവരട്ടി വെക്കാനായിട്ട് കോവയ്ക്ക അരിഞ്ഞ് സവോളയും കൂടെ ഇട്ട് കടുക് വറുത്ത് വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് ഇച്ചിരി ചതച്ച മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മെഴുക്കുവരട്ടിയാക്കി എടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഫ്രൈ ആയി വരണം. ഈ സമയത്ത് നമ്മുടെ അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ട് ഞാൻ മാവ് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ചായ തിളപ്പിക്കാനുള്ള പാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുത്ത് ചോറും എടുത്ത് അപ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് ക്യാബേജ് തോരൻ വേറെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, എന്നും കാണിക്കുന്നതല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം ബാക്കിയുള്ള അപ്പം കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ചായ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം അവർക്ക് കഴിക്കാനായിട്ട് എടുത്ത് വെക്കണം. എന്തേണ്ടേ നമ്മുടെ ചോറും പൊതിയൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത്. പിന്നെ നമ്മുടെ അപ്പവും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയറും ലൈക്കും ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.